ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ മുഹമ്മദ് ഫൈസ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഓഡിറ്റ് എങ്ങനെ പഠിക്കണം, സി എ ഇന്റർ ഓഡിറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. ഹൗ ടു പ്രിപ്പയർ ഫോർ ഓഡിറ്റ്, ഏത് അറ്റംപ്റ്റിന്? സെപ്റ്റംബർ 25 അറ്റംപ്റ്റ്. ഓക്കെ. സോ ഈ അറ്റംപ്റ്റിൽ നിന്നല്ല, എല്ലാ അറ്റംപ്റ്റിലും ഞാനിപ്പം എന്റെ ഇതിലിപ്പോ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഞാൻ സി എ ഇന്റർ പാസ്സായത് 4ാമത്തെ അറ്റംപ്റ്റിലാണ്. ഓക്കെ. ഈ ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ എഴുതിയിട്ടുള്ള, സെക്കൻഡും തേർഡും ഞാൻ എഴുതിയപ്പം ആ സെക്കൻഡും തേർഡിനും എനിക്ക് 55+ ഉണ്ട്, തേർഡ് അറ്റംപ്റ്റിനും 50+ ഉണ്ട്. ഓക്കെ. സോ 3 അറ്റംപ്റ്റും എനിക്ക് ഇതേ പ്രോസസ്സിൽ 50+ കിട്ടിയ ഒരു ചെറിയൊരു സ്ട്രാറ്റജി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ. സോ വെൻ വി ഗോ ടു ദ 11 ചാപ്റ്റേഴ്സ് ഓഫ് ഓഡിറ്റ്, നമ്മൾ 11 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ വെറും പഠിച്ചിട്ടുള്ളത് വെറും 7 to 8 ചാപ്റ്റേഴ്സ് ആണ്. അതും അപ്രോക്സിമേറ്റ്ലി എന്ന് പറയാം. കറക്റ്റ് ഫുൾ പക്കയായിട്ട് പഠിച്ചത് എത്രയാണെന്ന് വെച്ചാൽ 7 ചാപ്റ്റേഴ്സ് ആണ്. ബട്ട് സ്റ്റിൽ ഐ മാനേജ് ടു ഗെറ്റ് 50+. ഓക്കെ. സോ നമുക്ക് മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ ഓഡിറ്റ് ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ചില ഫ്രണ്ട്സിന് എന്താക്കാൻ പറ്റൂല, പെട്ടെന്ന് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറില്ല. ആം ഐ റൈറ്റ്? ഓക്കെ. സോ അങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇത് ഓർത്തിരിക്കേണ്ടത്, എങ്ങനെ ഇത് നല്ല പോലെ തലയിൽ സ്റ്റോർ ചെയ്യണം. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇന്നലെ കുറെ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് ആക്കണ്ടേ, കുറെ ഫ്രണ്ട്സ് ഇങ്ങനെ മെസ്സേജ് ആക്കണ്ടേ, എടാ നീ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സാർ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് കുറെ കുട്ടികളും കുറെ ഫ്രണ്ട്സും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കണ്ടേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ മറ്റുള്ള മെറ്റീരിയലിലേക്ക് പോണേനേക്കാളും നല്ലത് സ്റ്റിക്ക് വിത്ത് ICI മെറ്റീരിയൽ. ഓക്കെ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ICI മെറ്റീരിയലിന് കിട്ടുന്ന പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് തന്നെ പിച്ച് ഔട്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പഠിക്കണ്ട എന്നല്ല ഞാൻ പറയേണ്ടത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കണം. ഓക്കെ. ബട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ICI മെറ്റീരിയൽ തന്നെയാണ്. കാരണം ICI മെറ്റീരിയലിന് വരുന്ന പോലെ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടൂല. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അറൌണ്ട് 60+ മാർക്ക് ICI മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് അവർ. ഓക്കെ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറൌണ്ട് 35 അല്ല 30+ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ പുറത്തുനിന്നൊക്കെ വരുത്തുന്നത്. ലൈക്ക് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഇന്ന് ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എടാ നിങ്ങൾ പഠിക്കുമ്പോ ഇപ്പൊ നിങ്ങളൊരു ഓഡിറ്റർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഓഡിറ്റർ ആണെന്ന് വിചാരിച്ചിട്ട് വേണം എന്താക്കാൻ, പഠിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? ഞാൻ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ അവിടെ നോക്കേണ്ടത്, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ആലോചിച്ചു തുടങ്ങും. അപ്പം ഫസ്റ്റ് ചാപ്റ്ററിന്റെ കേസിൽ എപ്പോഴും നമ്മളെപ്പോഴും വേറൊരു കേസ്, നമ്മൾ അക്കൗണ്ട്സിലും കാര്യത്തിലും മറ്റുള്ള എല്ലാ വിഷയത്തിലും പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴും സ്ട്രോങ് ആക്കാറില്ലേ? ഫൗണ്ടേഷൻ എപ്പോഴും നല്ല പോലെ സ്ട്രോങ് ആക്കാറില്ലേ? ഇപ്പൊ ഒരു വീട് കെട്ടുമ്പോൾ തന്നെ ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചിട്ടല്ലേ മേളിലേക്ക് നമുക്ക് കെട്ടി കെട്ടി ഉയർത്താൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചാപ്റ്റേഴ്സ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനോടൊപ്പം ഏതൊരു ആൻസറിനും നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് എത്രത്തോളം പ്രാധാന്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ടത്, നിങ്ങളൊരു ഓഡിറ്ററാണ്. നിങ്ങളൊരു ഓഡിറ്ററാണ്. ആസ് ആൻ ഓഡിറ്റർ നിങ്ങൾക്ക് ഓഡിറ്റ് എന്താന്ന് അറിഞ്ഞൂടാ, സ്കോപ്പ് എന്താന്ന് അറിഞ്ഞൂടാ, ഒബ്ജക്റ്റീവ് എന്താന്ന് അറിഞ്ഞൂടാ. എന്തുകൊണ്ട് എനിക്ക് ഉറപ്പ് വരുത്തിക്കൂടാ എന്തില്ലാന്ന്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഇല്ലാന്ന്? കാരണം എന്താ? നമുക്ക് ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ 1, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്, നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓക്കെ അല്ലേ? അതാണ് നിങ്ങൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ. ലൈക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടാ ആസ് ആൻ ഓഡിറ്റർ. ഇപ്പൊ ഞാനൊരു ഓഡിറ്ററാണ്. ഓക്കെ. ഞാനൊരു ഓഡിറ്ററാണ്. ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ശരിക്കും ഓഡിറ്റ്. അവിടെ ശരിക്കും എനിക്ക് ഞാൻ എന്താണ് മെയിൻ ആയിട്ട് ക്യാരി ചെയ്യേണ്ടത്. ഇൻഡിപെൻഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ തരുന്നുണ്ട്. എന്റെ ബ്രദറിന്റെ കമ്പനിയോ അല്ലെങ്കിൽ ഷോപ്പ് എനിക്ക് പോയിട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്റേതായ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റൂല. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ
അഫ്കോഴ്സ് സ്കോപ്പ് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞാനാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരിക്കലല്ല. അതൊക്കെ ഔട്ട്സൈഡ് ദി കോമ്പിറ്റൻസ് ആണ്. അല്ല, ഔട്ട്സൈഡ് ദി കോമ്പിറ്റൻസ് അല്ല, ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. അത് ഞാനല്ല ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് എന്റെ സ്കോപ്പിൽ? എന്തൊക്കെയാണ് എന്റെ സ്കോപ്പിന്റെ പുറത്ത്? വൈ എസ് എ പോലെ തന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? എന്തിനാണ് നമ്മൾ എസ് ഫോളോ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ചെറിയ ക്യൂട്ട് ലിറ്റിൽ ചാപ്റ്റർ ആണ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആദ്യത്തെ എസ്സേയും പഠിക്കും, SA 200. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നാ പറയുന്നത്? ചാപ്റ്റർ 1 പഠിക്കണം. ഇനി ചാപ്റ്റർ 1-ൽ നിന്ന് ഞാൻ എങ്ങോട്ടേക്ക് പോകണം? ചാപ്റ്റർ 1-ൽ നിന്ന് ഞാൻ നേരെ പോകാൻ പോകുന്നത് ചാപ്റ്റർ 11-ലേക്കാണ്. വൈ 11? വൈ 11? ചാപ്റ്റർ 11-ലേക്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, എടാ ചാപ്റ്റർ 1 കഴിഞ്ഞു, നമ്മൾ എന്താണ് ഓഡിറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോവാണ്. അപ്പോ അത് മനസ്സിലായ ഉടനെ തന്നെ എനിക്ക് ക്ലയന്റിന്റെ അടുത്തേക്ക് പോയിട്ട് ഓഡിറ്റ് എടുക്കാൻ പറ്റൂല. കാരണം ഇനീഷ്യൽ എൻഗേജ്മെന്റ് സമയത്ത് ഞാൻ ഫോളോ ചെയ്യേണ്ട, ഞാൻ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഓഡിറ്റ് എൻഗേജ്മെന്റ് ലെറ്ററിനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അഷുറൻസ് എൻഗേജ്മെന്റിനെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഫെമിലിയാരിറ്റി ത്രെട്ട് പോലത്തെ പല പല ത്രെട്ടുകളുണ്ട്. ആ ത്രെട്ട് എല്ലാം മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ എനിക്ക് അതിനോട് ശരിക്കും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഞാൻ ഒരു കാര്യത്തിന് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവാൻ എന്നുള്ളത്. അതെല്ലാം പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്റർ ആണ് 11. ഓക്കെ, ഇനീഷ്യൽ എൻഗേജ്മെന്റിന്റെ കേസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ, എല്ലാം അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിന്റെ കേസിൽ 2 ക്വാളിറ്റി കൺട്രോൾ പഠിക്കും. ഒന്ന് ഓവറോൾ ഫേം ലെവലും ഓഡിറ്റ് ലെവലും. അതേതൊക്കെയാ? 220 ആൻഡ് SQC 1. അപ്പോ ചാപ്റ്റർ 11-ലേക്ക് പോകുമ്പോഴും നിങ്ങൾ സ്റ്റിൽ ഓഡിറ്റർ തന്നെയാണ്. ആസ് എൻ ഓഡിറ്റർ ഞാൻ ആദ്യം ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കി, എന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി, എന്തിനാണ് എസ് എ പോലെ വേറെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി. രണ്ടാമത് എനിക്ക് ഒറ്റയടിക്ക് പോയിട്ട് കൈ കൊടുക്കാൻ പറ്റൂല. എനിക്ക് ഒറ്റയടിക്ക് പോയിട്ട് കൈ കൊടുത്തിട്ട് പറയാൻ പറ്റില്ല, ഓക്കെ ഞാൻ നിങ്ങളുടെ കമ്പനി ഓഡിറ്റ് ചെയ്യാം, പറ്റില്ല. കാരണം ഞാൻ കുറെ ത്രെട്ടുകൾ ഉറപ്പുവരുത്താനുണ്ട്. ത്രെട്ട് ഉണ്ടോ നോക്കേണ്ടതുണ്ട്. എന്റെ ഇൻഡിപെൻഡൻസ് ഞാൻ ഉറപ്പുവരുത്തണം. എന്റെ എന്താ പറയാ, എനിക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. എൻഗേജ്മെന്റ് ടീമിൽ മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കണം. ഓക്കെ, ഈ ക്വാളിറ്റി കൺട്രോളിന്റെ കേസ് മൊത്തം നോക്കണം. അപ്പോ ഇതിനെല്ലാം നമ്മൾ പറയുന്നുണ്ട്. കീൽമി എന്ന് പറയുന്ന കീവേഡ് വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ചാപ്റ്റർ 11ഉം അങ്ങനെ തന്നെ പഠിക്കുക. ലൈക്ക് 1-ൽ നിന്നുള്ള ആ ഒരേ ഫ്ലോയിൽ തന്നെ നേരെ ചാപ്റ്റർ 11-ലേക്ക് കയറാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടാ പറയുന്നത്. 1-ൽ നിന്ന് നേരെ ചാപ്റ്റർ 11-ലേക്ക്. വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, നിങ്ങളാണ് ഓഡിറ്റർ. ആരാ ഓഡിറ്റർ? നിങ്ങളാണ് ഓഡിറ്റർ. നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങൾ ആ പൊസിഷനിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ പൊസിഷനിൽ, മറ്റുള്ള സബ്ജക്ട് പോലെയല്ല നമുക്ക് ആ കാണാപ്പാഠം പഠിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. അല്ലെ, പഠിക്കാൻ ടീച്ചിങ് മെത്തേഡ് അല്ല, ഒരു ലേണിംഗ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. എന്ത്? ആസ് ആൻ ഓഡിറ്റർ നിങ്ങൾ എന്തായിരിക്കും അവിടെ ചെയ്യുക? ഓക്കെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ത്രെട്ട് ഉണ്ട്, ഞാൻ എന്തൊക്കെ സേഫ് ഗാർഡ്സ് എടുക്കണം? ഇനി സേഫ് ഗാർഡ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ആ ത്രെട്ട് നീക്കം ചെയ്യാൻ പറ്റുമോ? ഇനി നീക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നെക്സ്റ്റ്? അപ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു അടിപൊളി, വളരെ വളരെ നല്ല ചാപ്റ്റർ ആണ് ചാപ്റ്റർ 11 എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഞാൻ നേരെ ഡോക്യുമെന്റേഷനിലേക്ക് പോകും. ഓക്കെ, ഡോക്യുമെന്റേഷൻ ചാപ്റ്റർ 3, ചാപ്റ്റർ 6-ലേക്ക്. വൈ ചാപ്റ്റർ 6? കാരണം ഇനി ഡോക്യുമെന്റേഷനെ പറ്റി കുറച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഡോക്യുമെന്റ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ്, എത്രത്തോളമാണ് എന്നെല്ലാം പറ്റി നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ, മാത്രല്ല എന്തിനു വേണ്ടിയാണ്, അങ്ങനത്തെ കുറെ കേസ് ചാപ്റ്റർ 6-ലേക്ക് പോവാം. ഇതിൽ കുറെ പറയാനില്ല, കാരണം അത് വളരെ വളരെ ചെറിയ ചാപ്റ്റർ 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2, ഓഡിറ്റ് സ്ട്രാറ്റജി, പ്ലാനിങ് ആൻഡ് പ്രോഗ്രാം. നമ്മൾ സ്ട്രാറ്റജി നോക്കും, പ്ലാൻ നോക്കും, അതേപോലെ തന്നെ പ്രോഗ്രാം. എങ്ങനെയാണ് ഞാൻ ഒരു ഓഡിറ്റിന് പോകുമ്പോൾ സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, സ്ട്രാറ്റജി പ്ലാൻ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, പ്രോഗ്രാം എന്താണ്? ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ നേരെ ഇവിടെ പോകും, ചാപ്റ്റർ 2-ലേക്ക് പോകും. അവിടെ നിന്ന് നേരെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള
ചാപ്റ്റർ 8ലേക്ക് പോകും. വൈ 8? എന്തിനാണ് പെട്ടെന്ന് 2ൽ നിന്ന് 8ലേക്ക് പോകുന്നത്? വൈ 8? എന്തുകൊണ്ട് ചാപ്റ്റർ 2ൽ നിന്ന് 8ലേക്ക് പോകുന്നു? കാരണം നമുക്ക് എന്ത് തരം ഒപ്പീനിയൻസ്, നമ്മൾ പല രീതിയിൽ ഇപ്പൊ ഓഡിറ്റിന് പ്ലാനിങ് സ്റ്റേജിലായിക്കോട്ടെ, സ്ട്രാറ്റജി സ്റ്റേജിലായിക്കോട്ടെ, നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഇടയിൽ വരും. സോ നമ്മൾ കൊടുക്കേണ്ട, നമ്മൾ നോട്ട് ചെയ്യേണ്ട, നമ്മൾ കുറെ ഒപ്പീനിയൻസ് എന്തൊക്കെ രീതിയിൽ കൊടുക്കണം എന്നുള്ളത് ഫുള്ള് നോട്ട് ചെയ്യാം. ചാപ്റ്റർ 8ൽ കുറെ എസ്സേസ് ഉണ്ട്, കാരോ ഉണ്ട്, ജോയിന്റ് ഓഡിറ്റ് ഉണ്ട്. അങ്ങനത്തെ കാരോ, ജോയിന്റ് ഓഡിറ്റ്, അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാം. മറ്റുള്ള എസ്സേസ് പഠിക്കാം. ലൈക്ക് കീ ഓഡിറ്റ് മാറ്റർ, പിന്നെ അതേപോലെ തന്നെ ഒപ്പീനിയന്റെ 705, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം. ഓക്കെ. എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് അവസാനം പഠിച്ചാൽ മതി കാരോ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം. ഓക്കെ അല്ലേ? ഇനി ചാപ്റ്റർ 8ൽ നിന്ന് നേരെ നമ്മൾ വരാൻ പോകുന്നത് ചാപ്റ്റർ 3ലേക്കാണ്. റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ, RIP എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട്. റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്. ഇനി ആ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ കഴിഞ്ഞാൽ ഫർദർ ഓഡിറ്റിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഉണ്ട്, ഇന്റേണൽ കൺട്രോൾ എങ്ങനെയൊക്കെയാണ്, ഇന്റേണൽ കൺട്രോൾ സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഡെപ്ത് ചെക്ക് ചെയ്യണോ, അല്ലെങ്കിൽ സാധാ ഡെപ്ത് ആയിട്ട് ചെക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചു വിട്ടാൽ മതിയോ. ഇനി ഇന്റേണൽ കൺട്രോൾ സ്ട്രോങ് ആണെങ്കിൽ തന്നെ ഫർദർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്റേണൽ കൺട്രോളിന് ICS സ്കാൻ സി, ICS സ്കാൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ICS സ്കാൻ സി ഇപ്പൊ നമ്മള് പൊതുവെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയും, ICS സ്കാൻ സി. ഈ സി എന്ന് പറയുന്നത് സഫീഷ്യന്റ്, എഫക്റ്റീവ് ആൻഡ് എഫീഷ്യന്റ്. എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കൺട്രോൾ സഫീഷ്യന്റ് ആണ്, എഫീഷ്യന്റ് ആണ്, എഫക്റ്റീവ് ആണ്. ഇനി ICS ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം സ്ട്രോങ് അല്ലെങ്കിലോ ICS cannot സി എന്ന് പറഞ്ഞത്, cannot സി. ഓക്കെ, ICS cannot സി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ICS സഫീഷ്യന്റ് അല്ല, എഫക്റ്റീവ് അല്ല, എഫിഷ്യന്റ് അല്ല. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഓക്കെ. ഇനി ICSന് കാണാൻ പറ്റാണ്ടിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ. സോ അടുത്ത ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? സോ ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ. നിങ്ങൾ ഇവിടെ വെച്ച് നോക്കേണ്ടത് ആ എസ്സേസ് മാത്രം ആദ്യം നോക്കുക, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ പറ്റി അതും അവസാനത്തേക്ക് വെക്കുക. കാരണം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, എസ്സേസിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. സോ വി ആർ ഫോക്കസിങ് ഓൺ എവിടെയാണോ വെയിറ്റേജ് കൂടുതൽ അവിടെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ 4ലേക്ക് പോകും, ഇവിടെ നിന്ന് നേരെ 4ലേക്ക് പോകും, ചാപ്റ്റർ 4ലേക്ക് പോകും. ആ ചാപ്റ്റർ 4ൽ നിന്ന് നമ്മൾ ഓഡിറ്റ് എവിഡൻസിനെ പറ്റി പഠിക്കും. ഓഡിറ്റ് എവിഡൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, സാമ്പിളിങ് കാര്യങ്ങൾ, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ എവിടെ പോകും? ചാപ്റ്റർ 7ലോട്ട് പോകും. ചാപ്റ്റർ 7 എന്താ? കംപ്ലീഷൻ ആൻഡ് റിവ്യൂ ആണ്. ഇവിടം വരെ നല്ലൊരു സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോവാം. ലൈക്ക് ഇതുപോലെ തന്നെ പോവാൻ ശ്രമിക്കാം. ചാപ്റ്റർ 1, 11, 6, അതിനുശേഷം 2, പിന്നെ 8, 3, 4, 7. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അന്ന് തന്നെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് റീച്ച് ചെയ്യാം. ഓക്കെ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും റീച്ച് ചെയ്യാം. ഇനി സാറേ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതിയോ? ഇതിനും കൂടുതലൊന്നും പഠിക്കണ്ടേ? എടാ 11, 7 അല്ല 9 and 10 അതർ എൻറ്റിറ്റി ആൻഡ് ആസ് വെൽ ആസ് ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് പഠിക്കണമെന്ന് വെച്ചാൽ വെയിറ്റേജ് ഉണ്ട്. അറൌണ്ട് 12 to 18 മാർക്സോളം വെയിറ്റേജ് ഉണ്ട്. ബട്ട് രണ്ടും നല്ല ലെങ്തിയാണ്, വലിയ ചാപ്റ്റർ. സോ ഞാൻ ഒരിക്കലും പറയില്ല ആദ്യം തന്നെ അത് പോയി പഠിക്കാൻ. നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് എന്താക്കണം? പക്ക ഷുവർ ഷോട്ട് ആക്കണം. നല്ല രീതിക്ക് പഠിക്കുക, നല്ല രീതിക്ക് കോൺസെപ്റ്റൽ ക്ലാരിറ്റി വരുത്തുക, പതുക്കെ പോവാം. ഓക്കെ. ആവശ്യമുള്ളത് മാത്രം മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വീക്കായി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, വേറൊന്നും വേണ്ട. പക്ഷെ ഫസ്റ്റ് വായിക്കലില് നല്ലപോലെ തലയെ കയറ്റണം. എങ്ങനെയൊക്കെയാണ്, ഓക്കെ സോ ഇതിങ്ങനെയാണ്, ഓക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല രീതിക്ക് മനസ്സിലാക്കാം. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ വരുമ്പോൾ ചാപ്റ്റർ 5 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അറൌണ്ട് 20 മാർക്സോളം വരാം. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ട് തരും. ഓക്കെ. ഇതിന്റെ വീഡിയോ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കേസിൽ ഞാൻ ഇട്ട് തരും. 9 and 10 നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ടൈം സഫീഷ്യന്റ് ആയിട്ട് ഉണ്ട് എന്നാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ അത് നോക്കണം.
കാരണം ലെങ്തി ആണ്, ബട്ട് മാർക്കും ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു ചാപ്റ്ററിന്റെ കേസിൽ ഈ ചാപ്റ്റേഴ്സിന്റെ കേസിൽ അത്ര ലെങ്തി ആണെന്ന് വെച്ചാൽ അത്ര ലെങ്തി ആയിട്ട് എനിക്ക് തോന്നിയത് ആകെ 4 മാത്രമേ ഉള്ളൂ. 4 മാത്രമാണ് കുറച്ച് ഹെവിലി ലെങ്തി ആയിട്ടുള്ളത്. ബട്ട് 4ഉം കൂടെ പഠിച്ചാലേ നിങ്ങൾക്ക് ഫുൾ ഓഡിറ്റ് എന്നുള്ള സംഭവം കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയൊക്കെയാന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് നോക്കല് മസ്റ്റ് ആണ്. ദെൻ ചാപ്റ്റർ 5ന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടുതരാം. പിന്നെ അത് കൂടാണ്ട് ആ മറ്റുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോസും കിട്ടും. ലൈക്ക് മറ്റേ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് തന്നെയായിരിക്കും പഠിപ്പിക്കുക. ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുക, ICA ടെക്സ്റ്റ് ബുക്ക്. ആസ് വെൽ ആസ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്ത് പോകും. ഓക്കെ, സൈഡ് ബൈ സൈഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും ചെയ്ത് പോകും. അപ്പോ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേയോടുകൂടി നിങ്ങൾക്ക് വീഡിയോസ് കിട്ടാൻ തുടങ്ങുന്നതാവും. ഓക്കെ, ചാപ്റ്റർ 1 മുതൽ ഇതേ ഫ്ലോയിൽ തന്നെ ആയിരിക്കും പോവുക. 1, 11, 6, 2, 8, 3, 4, 7. ഓക്കെ, പിന്നെ 5ന്റെ ഞാൻ ക്രക്സ് വീഡിയോസ് ഇടുന്ന പോലെ ഓരോരോ കാര്യത്തിന്റെ മേളിൽ ക്രക്സ് വീഡിയോ ഇടുന്ന പോലത്തെ രീതിക്ക് ഞാൻ ഇട്ടുതരാം. ഓക്കെ അല്ലേ? സോ ഇതിന്റെ അടിയിൽ ഞാൻ എന്ത് കൊടുക്കാം? ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റിൽ ഞാൻ എന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പം ആരെങ്കിലും നിങ്ങൾക്ക് എന്റെ അടുത്ത് റീച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീച്ച് ചെയ്യാം. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അറൌണ്ട് 60 ഡേയ്സ് എന്തോ ഉണ്ട്, 55 ഡേയ്സ് എന്തോ ഉണ്ട്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കിട്ടും. കാരണം ഓഡിറ്റ് എന്ന് പറയുന്ന വിഷയം എല്ലാരും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ സമയത്തും ഞാൻ ആകെ എനിക്ക് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഫീൽ ചെയ്തിട്ടില്ല. അതെന്താന്ന് വെച്ചാല് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കുന്ന രീതി അങ്ങനെയായിരുന്നു. ഓക്കെ, ഞാൻ ഓഡിറ്ററാണ്. ആസ് ആൻ ഓഡിറ്റർ ഞാൻ എന്തൊക്കെയാണ്, എവിടേക്കാണ്, എപ്പോഴൊക്കെയാണെന്നുള്ള കേസിലാണ് ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടുവന്നത് മുന്നോട്ടേക്ക്. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റിയാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ളൂ ഈ ഓഡിറ്റ് എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ. ഓക്കെ, സോ നിങ്ങൾ ഗ്രൂപ്പ് 2 പഠിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് എന്ത് ചെയ്യാം, കോസ്റ്റിംഗ് നല്ലപോലെ ഫോക്കസ് ചെയ്യാം. ലൈക്ക് കോസ്റ്റിംഗ് 60-70+ കയറ്റാൻ നോക്കാം. കോസ്റ്റിംഗ് 60 70+ അങ്ങനെ അതിന്റെ മുകളിൽ കയറ്റാൻ നോക്കാം. പിന്നെ ഓഡിറ്റ് എങ്ങനെ പോയാലും നമുക്ക് 50. എന്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ പോവാണെങ്കിൽ ഞാൻ വലിയ ഹോപ്പൊന്നും തരൂല. ഒട്ടും അറിയാത്തവനാണെങ്കിലും 50+ ഞാൻ സ്കോർ ചെയ്യിപ്പിച്ചിരിക്കും. ഓക്കെ, 50+ ഞാൻ സ്കോർ ചെയ്യിപ്പിച്ചിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഞാൻ അവസാനം എക്സാം ആവുന്നതിന്റെ ഒരാഴ്ച മുന്നോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ മാക്സിമം ഇമ്പോർട്ടന്റ് എസ്സേസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പോവാണെങ്കിൽ എന്തായാലും കിട്ടും. പിന്നെ FMSMൽ നിങ്ങൾ നോക്കേണ്ട എന്താന്ന് വെച്ചാൽ FMSMൽ നിങ്ങൾക്ക് തിയറി ആണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ SM ഫുൾ ആയിട്ട് പഠിക്കുക. എന്നിട്ട് FMന്റെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആയ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആസ് വെൽ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അറ്റ്ലീസ്റ്റ് ഈ 3 പാടെങ്കിലും നോക്കിയിട്ട് പോകാൻ നോക്കാം. ഓക്കെ, അപ്പോ ഇനി FM ആണെന്നുണ്ടെങ്കിൽ FMന്റെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് മൊത്തം പഠിക്കുക. തിയറി വിട്ടോ, FMന്റെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് മൊത്തം പഠിക്കുക. SMന്റെ 1, 2, 3 അല്ലെങ്കിൽ 2, 3, 4 മാത്രം നോക്കിയിട്ട് പോവാം. ഓക്കെ, കാരണം MCQൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. എല്ലാ വിഷയത്തിന്റെയും എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോയി എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പ്ലാൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങണം, കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്യണം, അതിനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അല്ലാത്ത ഒരാൾക്ക് അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ട് എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുമെന്ന് വെച്ചാൽ സംശയമാണ്. ഓക്കെ, അപ്പോ പ്ലാൻഡ് ആയിരിക്കുക. എങ്ങനെ എഴുതും, എന്തൊക്കെ നോക്കണം, ഓക്കെ, വെയിറ്റേജ് നോക്കുക, കഴിഞ്ഞ അറ്റംപ്റ്റ്സിലൊക്കെ എങ്ങനെയാണ് വന്നത് റെഫർ ചെയ്യുക, ABC അനാലിസിസ് നോക്കുക. ഓക്കെ, ABC അനാലിസിസ് ട്രസ്റ്റ് വർത്തി ആണെന്ന് ചോദിച്ചാൽ ഞാൻ ട്രസ്റ്റ് വർത്തി ആണെന്നല്ല ഞാൻ പറയാ, നമുക്ക് കഴിഞ്ഞ അറ്റംപ്റ്റ്സിൽ എങ്ങനെയൊക്കെയാണ് ഇത് വന്നേക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. സോ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ആക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ലിങ്ക് ഞാൻ കൊടുക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് എന്റെ അടുത്ത് കണക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും ഓഡിറ്റ് ഈസി ആയിരിക്കും. ഈ മെത്തേഡ് പോവാണെങ്കിൽ ഈസി ആയിരിക്കും. എപ്പോഴും നിങ്ങളാണ് ആലോചിച്ചത്, നിങ്ങളാണ് ഈ കഥയിലെ മെയിൻ റോൾ ഓഡിറ്റിൽ. ഓക്കെ, നിങ്ങൾ അവിടെ എന്ത് ചെയ്യും അതാണ് ഇമ്പോർട്ടന്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.